എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ എന്നത് CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു അടയാളമായിരുന്നു. അവിടെ നിന്നാണ് വർഷങ്ങൾക്ക് മുൻപ് കെ ബാബു എന്നൊരാൾ അവിടേക്ക് UDF-ന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി കടന്നു വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. നീണ്ട വർഷങ്ങൾ പിന്നിടുന്നു. 35ഓളം വർഷങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുമ്പോൾ 6 തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും 1-ൽ മാത്രം പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ പിന്നീടും അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം തീർത്തും പുതുമയാർന്നൊരു പ്രഖ്യാപനം കോൺഗ്രസിൽ തന്നെ എടുത്തു പറയാം നടത്തിയിരിക്കുന്നു. താൻ ഇനി ഈ പാർലമെന്ററി മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയാണ്, പുതിയ തലമുറ വരട്ടെ എന്ന് പറയുന്നു. അദ്ദേഹം ബാബു ചേട്ടൻ നമുക്കൊപ്പം ചേരുകയാണ്. അത്ര പരിചിതമല്ലാത്തൊരു പ്രഖ്യാപനം ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ നടത്തുന്നത് വ്യക്തിപരമാണോ? എന്താണ് അതിൻ്റെ കാര്യം? അല്ല, എനിക്ക് വ്യക്തിപരമായ ചില അസൗകര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ മത്സരരംഗത്തില്ല എന്ന് പറഞ്ഞത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത, പാർട്ടി നേതൃത്വം എന്നിൽ നല്ല വിശ്വാസം അർപ്പിച്ചിരുന്നു. പാർട്ടി നേതൃത്വം എല്ലാ നേതാക്കന്മാരും എന്നിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു. ജനങ്ങളുടെ ഇടയിലും ഞാൻ മത്സരിക്കാൻ എന്നതിനകത്ത് ഒരു ഭൂരിപക്ഷം യോജിപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് വ്യക്തിപരമായ അസൗകര്യമുള്ളതുകൊണ്ട് ഞാൻ ഇല്ലെന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. എൻ്റെ അസൗകര്യം എന്താണെന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം അല്ലേ? തീർച്ചയായിട്ടും. തൃപ്പൂണിത്തുറയിൽ വരുമ്പോൾ കഴിഞ്ഞ തവണ ഒരു തവണ പരാജയപ്പെടുമ്പോൾ വീണ്ടും ഒരു ആത്മവിശ്വാസത്തോടെ ഒരു തിരിച്ചുവരവ് നടത്തിയിരുന്നു. പക്ഷെ ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം മാറുന്നു എന്നൊരു തോന്നൽ എല്ലാവരിലും തന്നെ വളരുന്നുണ്ട്. കാരണം BJP അവിടെ ഒരു ശക്തിയായിട്ട് മാറുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ അധികാരത്തിലേക്കെല്ലാം നഗരസഭാ ഭരണത്തിലേക്കെല്ലാം തന്നെ വരുന്ന ആ ഒരു ഘട്ടത്തിലാണ് വളരെ പരിചയസമ്പന്നരായ താങ്കളുടെ ഒരു പിന്മാറ്റം വരുന്നത്. എങ്ങനെയാണ് BJPയുടെ വളർച്ച? കേരളത്തിൽ പൊതുവെ BJP ഗ്രാജുവലായിട്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ അവിടെ UDF-നാണ് വിജയസാധ്യതയുള്ളൂ. CPM-ഉം കോൺഗ്രസും തമ്മിൽ തന്നെയാണ് മത്സരം ഉണ്ടാവുകയുള്ളൂ. അവിടെ BJP-ക്ക് അവർക്ക് കുറച്ച് വോട്ടൊക്കെ സ്വാധീനിക്കാൻ സാധിക്കും. അവിടെ ചില ധ്രുവീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർക്കൊരു അസംബ്ലി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള പിന്തുണ അവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുണ്ടാകുകയില്ല. രാഷ്ട്രീയപരമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണോ തോന്നുന്നു മണ്ഡലത്തിൽ? അല്ല, രാഷ്ട്രീയമായിട്ട് ഞാൻ ഇതിനു മുമ്പ് മത്സരിക്കുമ്പോഴും പഞ്ചായത്തുകളൊക്കെ CPM വിജയിച്ചാലും നിയമസഭയിലേക്ക് ഞാൻ ജയിക്കലാണ് പതിവ്. അപ്പോൾ അത് ഞാനില്ലെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി തുടർന്ന് വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. BJP-ക്ക് മുനിസിപ്പാലിറ്റിയിൽ കുറച്ചുകൂടി അവരെ നില മെച്ചപ്പെടുത്താൻ സാധിച്ചെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും അവർക്ക് മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് UDF-ന് നല്ല സാധ്യതയുണ്ട്. ഞാൻ മത്സരിക്കുമ്പോഴില്ലാത്ത ചില ഘടകങ്ങൾ ഇപ്പോൾ UDF-ന് അനുകൂലമായിട്ട് അവിടെ ഉണ്ട്. വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നൊരു പശ്ചാത്തലത്തിലായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. അത് ഏറ്റവും വേദനിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. ഈ വിവാദങ്ങൾ പിന്തുടരുകയും പിന്നീട് അതിൽ പിന്നീട് വിജയത്തിലേക്ക് വരുമ്പോൾ അത് തന്നെയാണോ ഇത്ര കാലത്തിൽ ഓർത്തുവെക്കാവുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്? അല്ല, എനിക്ക് ഏറ്റവും ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യം അന്നത്തെ കാര്യങ്ങൾ തന്നെയാണ്. അന്ന് വിചാരിച്ച പിന്തുണ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടിയില്ല. അപ്പം അന്നത്തെ പരാജയത്തിൽ ഒരു വലിയ ജനങ്ങളെക്കാൾ കൂടുതൽ മറ്റു ചില കാര്യങ്ങളാണ് ഉണ്ടായത്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അത്ര ഇപ്പോൾ പറയാൻ പറ്റും. ഒരു ഘട്ടത്തിലും പിന്നീട് ഇത് അവസാനിപ്പിക്കണമെന്ന് തോന്നിയിരുന്നോ ആ സമയത്ത്? ഇല്ലില്ല, ഞാൻ പരാജയപ്പെട്ടപ്പോഴും എനിക്ക് തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു വാശിയോടുകൂടിയുള്ള പ്രവർത്തനം ഞാൻ 5 കൊല്ലം നടത്തി. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഇനിയിപ്പോ പുതിയ തലമുറ വരട്ടെ എന്ന് തന്നെയാണോ കരുതുന്നത്? തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ളത് X മാറുമ്പോൾ Y വരും, നാച്ചുറലാണ്. Y മാറിയാൽ Z വരും. അതൊക്കെ പൊതുരംഗത്തുള്ള കാര്യങ്ങളല്ലേ. ഞാനാണ് അവസാന വാക്കെന്ന് പറയാൻ സാധിക്കുക. ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ മഹാരഥന്മാർ CPM-നും കോൺഗ്രസിനും ഒക്കെ നേതൃത്വം നൽകി. ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിൽ മാറി പുതിയ നേതൃത്വം വരും. അവരുടേതായ പ്രവർത്തന ശൈലി കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. തൃപ്പൂണിത്തുറയിലും ആ നേട്ടം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർച്ച തൃപ്പൂണിത്തുറയിൽ ഉണ്ടാവും UDF-ന്? തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താണ് അവസാനമായിട്ട് തൃപ്പൂണിത്തുറക്കാരോട് പറയാനുള്ളത്? അല്ല, ഞാൻ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഞാൻ അവിടുത്തെ MLA ആയിരുന്നില്ല. അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധു പോലെയായിരുന്നു. ഞാൻ എല്ലാ വീടുകളിലും ബന്ധമുള്ള ഒരാളായിരുന്നു. അവരുടെ MLA ആയിട്ടോ അല്ലെങ്കിൽ സാറായിട്ടോ എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അവരെയും കണ്ടിട്ടില്ല. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലമായിരുന്നു. അതാണ് എനിക്ക് എന്നും ഓർത്തു വയ്ക്കാനുള്ളൊരു കാര്യം.
ഏതായാലും വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഒരു പടിയിറക്കം പൂർത്തിയാകുകയാണ്. പകരക്കാരനെ നിർദ്ദേശിക്കുന്നില്ല എങ്കിലും UDF കോൺഗ്രസ് തന്നെ മണ്ഡലത്തിൽ വീണ്ടും വിജയത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.